ഇന്ത്യൻ ടു സീറോ ടോളറൻസ് കണ്ടു. നാട്ടുകാർ അങ്ങോട്ട് പറയും സീറോ ടോളറൻസ്, വാക്കുകൾ ഇല്ല പറയും. അമേസിംഗ് പറഞ്ഞ റിയലി അമേസിംഗ്. എന്റെ പൊന്ന് ശങ്കരണ്ണ, നിങ്ങൾക്ക് പെൻഷൻ പറ്റേണ്ട കാലമായി. 1994 തൊട്ട് 2016 വരെ ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു, ശങ്കരന്റെ പ്രൈം. ആളിപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല. അത് അവിടുന്ന് മെല്ലെ നടന്നു വരികയാണ്. ഒരു 50 കൊല്ലം കഴിയുമ്പോൾ ആള് വേണമെങ്കിൽ 2024 എത്തും. നമുക്കറിയാം സേനാപതി ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ഇന്ത്യൻ സിനിമയത്തെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്യാരക്ടേഴ്സും ക്ലാസിക് ആയിട്ടുള്ള ഒരു പടത്തിന് കോമാളിത്തരത്തിന്റെ എക്സ്ട്രീം എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റണം, അതാണ് ഇന്ത്യൻ ടു. കംപ്ലീറ്റ് കോപ്രായങ്ങളാണ്. അതായത് ഇങ്ങനെയുള്ള മർമ്മത്തിന്റെ സാധനമൊക്കെ ഇല്ല. അതൊക്കെ ഇന്ത്യൻ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷനിൽ കണ്ട സാധനമാണ്. അതൊക്കെ ഇതിൽ കോമാളിത്തരം. ഇത് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ ഒരാൾ കുതിരെ പോലെ ഓടുന്നത്ര, എന്നാലും ഒളിമ്പിക്സിന് വിട്. പിന്നെ അത് വെച്ച് വേറൊന്നും കുത്തിക്കഴിഞ്ഞു വെച്ചാൽ അയാൾ 24 മണിക്കൂർ പാട്ട് പാടുന്നത്ര. എന്നാ പിന്നെ വല്ല സ്റ്റാർ സിംഗറിന് വിട്ടാൽ പോരാ. ഇത് മാത്രമൊന്നല്ല, നമ്മൾ കമലഹാസൻ ഇന്ത്യൻ പാട്ട് മണ്ണിൽ കാണുന്ന സമയത്ത് നമുക്ക് ആ മുഖം കുറച്ച് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഐശ്വര്യം തോന്നിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ദശാവതാരത്തിൽ ഫ്ലച്ചർ വരില്ലേ, അതേപോലെ കുറെ നേരത്തിൽ മുടി നീട്ടി വരുന്ന കുറെ ഒരു മേക്ക് ഓവർ പോലെ എല്ലാ ശങ്കറിന്റെ പടത്തിലുള്ള ആ ഒരു സാധനം തന്നെ. പക്ഷെ നമ്മുടെ നെടുമുടി വേണു ഇവൻ വെച്ചിട്ടാണ് കുറെ സീൻസ് ഷൂട്ട് ചെയ്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ആ ഒരു ഐശ്വര്യം, ആ ഒരു പെർഫെക്ഷനും തോന്നുന്നുണ്ട്. സോ സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ സിദ്ധാർത്ഥ് വന്നിട്ട് പറയും താത്ത എന്തായാലും വരണം. അപ്പോഴേക്കും പാട്ട് കം ബാക്ക് ഇൻ ദി എൻഡ്. അത് കഴിഞ്ഞല്ലോ പറഞ്ഞിട്ടിരിക്കുമ്പോഴേക്ക് താത്തയുടെ ഇൻട്രോന് വേണ്ടിയിട്ട്, ഈ സേനാപതിയുടെ ഇൻട്രോന് വേണ്ടി ഒരു ഐറ്റം സോങ്. അത് കഴിഞ്ഞ് താത്ത വന്നപ്പോ താത്ത വറാറ് എന്നുള്ള പാട്ട്. ആ പാട്ടിനാണ് വെച്ചാൽ ഏത് ഊളയാണോ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ പറയാം. പാട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഈ കോറിയോഗ്രാഫി ചെയ്ത ഡാൻസ് ഞാൻ വരാം, നിങ്ങൾ പോയിക്കോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ഫുൾ കോമാളിത്തരം. സെക്കൻഡ് ഹാഫ് ആണ് പടം ഒന്ന് ഇമോഷണൽ എന്നുള്ള രീതിയിലോട്ട് പോകുന്നത്. അതായത് ഈ സിനിമയിൽ എടുത്തു പറയത്തക്ക രണ്ട് പോസിറ്റീവാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. ഒന്ന് സമുദ്രക്കനിയുടെ പെർഫോമൻസും ഒന്ന് സിദ്ധാർത്ഥിന്റെ പെർഫോമൻസുമാണ്. സിദ്ധാർത്ഥും സമുദ്രക്കനിയും തമ്മിൽ ഒരു ഇമോഷണൽ സീൻ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് മാത്രമേ ഈ സിനിമയിൽ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയുള്ളൂ. ഇവൻ കമലഹാസൻ പെർഫോം ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഈ മുഖത്തെ ഈ ഒരു മേക്കപ്പും അതുപോലെ തന്നെ ഇങ്ങനെ ഈ ലുക്കും കാരണം നമുക്കൊന്നും ബേസിക്കലി തോന്നുന്നില്ല. ഒരു ഗൂസ് ബംസ് പറയുന്ന സാധനം പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ഈ സിനിമ പാളിപ്പോയത് അനിരുദ്ധിന്റെ മ്യൂസിക്കിലാണ്. ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മളറിയാം ലാസ്റ്റ് ഒരു സീൻ ഉണ്ട്. അതായത് മറ്റേ ഈ ചന്ദ്രുവിന്റെ കാമുകിയുടെ അടുത്ത് നമ്മുടെ സേനാപതി സംസാരിക്കുന്നത്, നിനക്ക് എത്ര കാലം അവനെ അറിയാം? അപ്പൊ 2 കൊല്ലം പറയുന്നുണ്ട്. എനിക്ക് 40 കൊല്ലമായിട്ട് അറിയാം. അവനെ ഉമ്മ വെക്കുമ്പോ ഈ മീശ അവനെ കുത്തരുത് പറഞ്ഞിട്ട് മീശ പഠിച്ചവനാണ് ഈ സേനാപതി പറയുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ട്, ഭയങ്കര സട്ടിലായിട്ടുള്ള മ്യൂസിക് ആണെങ്കിൽ ആ സീൻ അത് വളരെ നന്നായിട്ട് എലവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ മ്യൂസിക്, കുറെ ഇങ്ങോട്ട് ജഗ 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 ഇതങ്ങ് ഇട്ട് കൊടുക്കണം. അനിരുദ്ധിന്റെ മ്യൂസിക് എനിക്ക് പാട്ടൊക്കെ നമ്മൾ ഈ വീഡിയോസിലും റീൽസിലൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു BGM ഒക്കെ ഇട്ട് കൊടുക്കണ പോലെ തോന്നും. പക്ഷെ ഈ സിനിമയിൽ അത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്ടോ ഒരു റൊമാൻറ്റിഫിക്കേഷനോ ഒന്നും തോന്നുന്നില്ല. ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ്, നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ, അതുപോലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ, ഓസ്കാറിന് മറ്റേ സബ്മിഷൻ വരെ കിട്ടിയ സിനിമയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട്? ഇപ്പം കമലഹാസൻ വന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് സെക്കൻഡ് പാർട്ടിനേക്കാൾ തേർഡ് പാർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് പാർട്ട് അഭിനയിച്ചതെന്നൊക്കെ പറയുന്നത്. ശരിക്കും സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യമില്ല, ഇത് ഇന്ത്യനിൽ നിർത്തിയാൽ മതിയായിരുന്നു. സോ സിനിമ ഫസ്റ്റ് തന്നെ കുറച്ച് ഇമോഷണൽ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവിടെ അനിരുദ്ധിന്റെ BGM കാരണം ആ സീൻസും നമുക്ക് കണക്ട് ആവുന്നില്ല, ഇമോഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. സിദ്ധാർത്ഥ് കരയുണ്ട്, പ്രിയ ഭവാനി ശങ്കർ, എന്റെ ദൈവമേ ആ കൊച്ചിന് 10 രൂപ കൊടുത്തെന്ന് വെച്ച 10,000 കോടിയുടെ എക്സ്പ്രഷൻ മുഖത്തിട്ടുണ്ട്. കാരണം ഭയങ്കര ഒരു മോശം കാസ്റ്റിംഗ് ആയിട്ട് സീറോ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ മറ്റേ മ്യൂസിക് ഞാൻ പറഞ്ഞില്ല, അത് കാരണം ആ മ്യൂസിക് ആ സീനെ എലവേറ്റ് ചെയ്യുന്നില്ല. നമുക്കൊരു ഇമോഷണൽ കണക്ടിവിറ്റി വരുന്ന സെക്കൻഡ് ഹാഫിൽ 20 മിനിറ്റ്സ് മാത്രമാണ്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഇങ്ങനെ ഇത് തന്നെയാണ്, ഈ കുത്തൽ തന്നെയാണ്. പിന്നെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഒരു 20 മിനിറ്റ് ആ ഇമോഷണൽ സീനിന് ശേഷം ഒരു മോഡേൺ ആയിട്ടുള്ള സൈക്കിൾ ഉണ്ട്, ഈ ഹാൻഡിലൊന്നും ഇല്ലാത്തൊരു സൈക്കിൾ. അതിൽ നമ്മുടെ താത്ര വക കുറെ കോപ്രായങ്ങളും അതിനെ പിടിക്കാൻ പോണ ബോബി സിംഹ നമ്മുടെ പോലീസ്. ബോബി സിംഹ കാറിൽ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈക്ക് ബുള്ളറ്റിൽ വരും, പിന്നെ അപ്പാച്ചിയിൽ വരും. ഇങ്ങനെ ഈ സൈക്കിളും കൊണ്ട് അങ്ങോട്ട് പോകും. അത് തന്നെയാണ് ഫുൾ സിനിമ. അപ്പോഴേക്കും പടം കഴിഞ്ഞു. ബോബി സിംഹ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത്ര വലിയ അഭിനയിച്ചു ഗംഭീരാക്കാനല്ല, നെടുമുടി വേണു ചെറിയൊരു റോളാണ്. SJ സൂര്യക്ക് ഇവൻ പാർട്ട് 3ലാണ് തോന്നുന്നു നല്ലൊരു റോൾ അല്ലേ. SJ സൂര്യ പക്ഷെ ഉള്ള റോൾ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ സമുദ്രക്കനിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥാണ് ഈ സിനിമയിൽ നന്നായി പെർഫോം ചെയ്തത്. ഇമോഷണൽ സീൻസ് ഒക്കെ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ പറഞ്ഞിട്ട് കമലഹാസൻ ഓരോ സീനിൽ വരുമ്പോൾ നമുക്ക് പഴയ ഇന്ത്യനാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് ആ തോന്നുന്നത്. ഞാനിരുന്ന് നോക്കുമ്പോൾ ഒരുത്തൻ അവിടെ ഇരുന്ന് PUBG കളിക്കുന്നു. നമുക്ക് ആരെയും കുറ്റം പറഞ്ഞത് കാര്യമില്ല, കാരണം ചില സമയത്ത് ഇറങ്ങിപ്പോയാലോ എന്ന് വരെ തോന്നും. അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ട് പലപ്പോഴും സിനിമ. കാരണം നമ്മുടെ മനസ്സിലുള്ളത് മറ്റേ KGFലെ റോക്കി പോലെയാണ്. അതാണ് സലാർ വന്നപ്പോഴും ഉണ്ടായ പ്രശ്നം. അതേപോലെ ഇന്ത്യനാണ് നമ്മുടെ മനസ്സിൽ സേനാപതി ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ട്. അപ്പൊ ഈ കോപ്രായം കാണിക്കുമ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ആവണേ ഇല്ല. സോ നിങ്ങൾക്ക് കാണണം വെച്ചാൽ കണ്ടു നോക്കാം. ടുവേർഡ്സ് എൻഡ് ട്രെയിലർ കാണിക്കുന്ന എൻഡ് 3 ആ ട്രെയിലർ പക്ഷെ ഗംഭീര ട്രെയിലറാണ് ഇന്ത്യൻ 3യുടെ. അതിൽ പാരാവർണ്ണ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. സോ അതിന് എങ്ങനെയാവുന്നൊന്നും അറിയില്ല. സോ ടു മീ ഈ ഇന്ത്യൻ പാർട്ട് 2 പറയുന്ന കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റിംഗ് മൂവിയാണ്. സോ നിങ്ങൾ എന്തായാലും സമയം കിട്ടും, കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം.